നിങ്ങളിപ്പോൾ ഒരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ കാറിലൊരു റൊമാൻറ്റിക് സോങ് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ചിന്ത എങ്ങോട്ട് പോവും? നിങ്ങൾക്കൊരു ലവർ ഉള്ളവരാണെങ്കിൽ അവരെ ചിന്തിക്കും, അവരുമായിട്ട് സംസാരിക്കുന്നതോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതോ നിങ്ങൾ ഡാൻസ് കളിക്കുന്നതോ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. ലവർ ഇല്ലാത്തവരാണെങ്കിൽ സങ്കല്പത്തിലെ ലവറുമായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആലോചിക്കും. ഇനി ആ സോങ് മാറി മോട്ടിവേഷൻ സോങ് ആയാൽ നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകും. ഇങ്ങോട്ട് മോട്ടിവേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി, നല്ലൊരു ജോലിയൊക്കെ കിട്ടി, കാറൊക്കെ വാങ്ങി, വലിയ വീടൊക്കെ വെച്ച് അങ്ങനെ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് മാറും. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ മാത്രമല്ല, നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പം നമ്മൾ ഫേക്ക് സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് വേറൊരു വേൾഡിലേക്ക് പോകുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. അതിനിപ്പോൾ കുളിക്കുമ്പോഴായാലും രാത്രി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയാലും അങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെൻ്റൽ ഇൽനെസ് ആണ്. നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ മെൻ്റൽ ഇൽനെസ് ഉണ്ട്. ഇത് ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ, ഭാവിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പേടിയുള്ളവരായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറ്. കാരണം ഭാവിയിൽ എന്താ ചെയ്യണ്ടേന്ന് ഭയങ്കര ആശങ്കയുള്ളവർ, അതായത് അവർക്കൊന്നും ആവാൻ പറ്റൂല എന്ന് തോന്നിയിട്ടുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സന്തോഷം കണ്ടെത്തും. അങ്ങനെ കുറച്ച് ആൾക്കാരായി ഉണ്ടാവും. വേറൊരു ടൈപ്പ് ആൾക്കാർ എന്ന് വെച്ചാൽ, ഭാവിയിൽ ഇതൊക്കെ എന്തായാലും നേടും എന്ന് ഒരു ദൃഢനിശ്ചയം ചെയ്തിട്ട് അതിന് മുന്നോടിയായിട്ട് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യൂലേ, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ നമ്മളെ ലൈഫിന് നമുക്ക് തന്നെ ഒരു കൺട്രോൾ ഇല്ല എന്ന് ചിന്തിക്കുന്നവർ ഇത് ചെയ്യും. കാരണം അവർ വിചാരിക്കുന്ന പോലെ അവരുടെ ലൈഫ് പോകുന്നില്ല. അപ്പം നിങ്ങൾ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ തന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഇഷ്ടാനുസരിച്ചാണല്ലോ പോകുന്നത്. അപ്പം അതിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇപ്പം നമ്മൾ റിയാലിറ്റിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല അറിയുമ്പോൾ, ഫേക്കായിട്ടുള്ള ആ ഒരു വേൾഡിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പം പോകെ അവർ ആ ഒരു വേൾഡിൽ തന്നെ സ്റ്റക്കായി പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ റിയൽ ലൈഫിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് പോലെയാണ്. റിയൽ ലൈഫ് വലിയ താല്പര്യമില്ലാത്തവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യല്. അപ്പം ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ റിയൽ ലൈഫ് ഭയങ്കര ബോറാണ്, സാഡാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നവർ ആ ഒരു ലൈഫ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അവിടുന്ന് തിരിച്ചു വരാൻ തോന്നൂല. പിന്നെ കൂടുതലായിട്ടും ഇതിങ്ങനെ ചെയ്യുന്നത് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അവരിതിൽ PhD എടുത്തിട്ടുണ്ട്. പിന്നെ ഈ എല്ലാവരും ഇമേജിൻ ചെയ്യുന്ന ഈ സിനാരിയോ സെയിം ആവണമെന്നില്ല. ഇതിന് കുറച്ച് ടൈപ്പൊക്കെ ഉണ്ട്, ഇതിങ്ങനെ തരംതിരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ആർഗ്യുമെൻറ്റ് സിനാരിയോ എന്ന് പറയും. ഇത് കൂടുതലും ഇൻട്രോവേർട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ ആരോടെങ്കിലും അടിയാക്കുന്ന പ്രശ്നമാവുന്ന, അപ്പം പ്രശ്നമാവുന്ന സമയത്ത് നമ്മളെ ഭാഗത്തായിരിക്കും ശരി, പക്ഷെ നമുക്ക് തിരിച്ചും അങ്ങോട്ടേക്കൊന്നും പറയാൻ പറ്റൂല. സ്വാഭാവികമായിട്ടും അത് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ റിലേറ്റ് ആവല്. കാരണം അവർക്കാണല്ലോ ഒന്നും ഇങ്ങനെ പറയാൻ പറ്റാത്തത്. എക്സ്ട്രോവേർട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് പറയുമല്ലോ. അപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരെ ഭാഗത്താണ് ശരിയെങ്കിൽ ഇവർക്ക് മറുപടി ഒന്നും പറയാൻ പറ്റൂല. പക്ഷേ ഈ വേൾഡിൽ, ഈ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു വേൾഡിൽ അവരതിന് വേണ്ടിയിട്ട് നല്ല മറുപടി പറയും അവരോട് തിരിച്ച്. അതായത് ഒരു വക്കീലൊക്കെ പറയുന്ന കണക്കെ കിടിലനായിട്ട് മറുപടി പറയും. നമ്മളെ മാരോരൊക്കെ പറയുന്ന കണക്കെ, ഏത് മാരാർ? ഗിൽമാരാറല്ല, നന്ദഗോപാൽമാരാർ. അപ്പം എന്താണ് അവിടെ നടക്കുന്നത്? അവർക്ക് റിയൽ ലൈഫിൽ കിട്ടാത്ത ആ ഒരു സന്തോഷവും ആ ഒരു സംതൃപ്തിയും ആ ഒരു വേൾഡിൽ കിട്ടും. റിയൽ ലൈഫിൽ പറയുമ്പോൾ അവർ അത്രയും അനുഭവിക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. സ്വന്തം ഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും, സ്വന്തം ഭാഗത്താണ് ന്യായം, എന്നിട്ടും നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ചിലപ്പോൾ ഇവിടെ തൊണ്ടയ്ക്ക് ഇവിടം വരെ വരും, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് വരില്ല. അതാണ് അവസ്ഥ. ഇൻട്രോവേർട്ടിന് നന്നായിട്ട് മനസ്സിലാവും. അപ്പം അത് നമ്മൾ വേറൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു വേൾഡിൽ നമ്മൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും, അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ സക്സസ് സിനാരിയോ എന്ന് പറയും. അതിപ്പോൾ അതിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഭാവിയെ കുറിച്ച് ആലോചിച്ച്, ഭാവിയിൽ സക്സസ് ആവുന്നതിനെ കുറിച്ച് ആലോചിച്ച്, അതായത്
നല്ലൊരു ജോലി കിട്ടി, വലിയ വീടൊക്കെ വെച്ച് കുറേ കാറൊക്കെ വാങ്ങി, അങ്ങനെ ഒരു ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ തന്നെ മാരേജ് ചെയ്ത് അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈഫ് ഇമാജിൻ ചെയ്യുന്നതിനെയാണ് ഫ്യൂച്ചർ സക്സസ് സിനാരിയോ എന്ന് പറയുന്നത്. അതും നമ്മളെ ഈ ഒരു റിയാലിറ്റിയിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. കാരണം ഈ ഒരു ലൈഫിൽ അതില്ല, ഫ്യൂച്ചർ ആണല്ലോ, ഇപ്പം നമുക്കതില്ല. അപ്പം ഇപ്പം ഇല്ല ആ ഒരു ലൈഫ് അത്ര തൃപ്തികരമല്ല. അപ്പം ഈ റിയാലിറ്റിന്ന് എസ്കേപ്പ് ആയിട്ട് ആ ഒരു ലൈഫിൽ ജീവിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയും. അതിപ്പം നമ്മളിപ്പം ഒരു എക്സാം എഴുതാൻ പോയി, ആ എക്സാം എഴുതി കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങനെ ചിന്തിക്കുകയാണ്, ആ എക്സാം റിസൾട്ട് വന്നിട്ട് നമ്മളത് തോറ്റു പോകുന്നത്, നമ്മളങ്ങനെ തോറ്റുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവരെ അതെങ്ങനെ എടുക്കും, വീട്ടുകാരെന്ത് പറയും, ഇല്ല ആ ഒരു രീതിയിൽ ചിന്തിക്കരുത്. അല്ലെങ്കിൽ ജോബ് ഇൻ്റർവ്യൂവിന് പോയിട്ട് അത് കിട്ടാണ്ട് വന്നിട്ട് വീട്ടുകാരെന്ത് പറയും, അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ഭാവിയിൽ വരാം, അതൊരു നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ആ ഒരു കാരണം കൊണ്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം നമുക്കൊരു ലവർ ഉണ്ടെങ്കിൽ ആ ലവർ ഇപ്പം നമ്മളെ തെറ്റിദ്ധരിച്ച് അതായത് ബ്രേക്കപ്പോ മറ്റോ പറഞ്ഞു പോയാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ഈ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് റിയാലിറ്റി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ ആ റിയാലിറ്റിന്ന് എസ്കേപ്പ് ആവുന്നു. ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരു മെൻ്റൽ എസ്കേപ്പ് പോലെ അത് എസ്കേപ്പ് ആവുന്നതാണ് ഈ ഫേക്ക് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിനെ മാലഡാപ്റ്റീവ് ഡേ ഡ്രീമിംഗ് എന്നും പറയാറുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ടൈമും കൂടി വരും. അങ്ങനെ ഒരുപാടാവുമ്പോൾ നമ്മൾ ആ ഒരു ലൂപ്പിൽ തന്നെ പെട്ടുപോകും. നമുക്ക് ആ ഒരു വേൾഡിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇഷ്ടം. പിന്നെ നമ്മൾ ജീവിതം ഫുൾ ആ ഒരു വേൾഡിൽ തന്നെ ആവും. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടൂല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എസ്കേപ്പായി ആ ഒരു വേൾഡ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നിൽക്കും. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല. അതെല്ലാ രീതിയിലും നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി പോകും, ആ ഒരു ലൂപ്പിൽ പെട്ടുപോകും. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കാൻ നോക്കുക. ഫുൾ ടൈം ഇരുന്ന് അങ്ങനെ ചിന്തിക്കാണ്ട് ചെറിയ ഗ്യാപ്പിൽ മാത്രം ചിന്തിക്കുക. ഒരുപാട് നേരം ആ ഒരു ലോകത്ത് തന്നെ പെട്ടുപോകാണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കുക.